ബനു ഇസ്രായേലിൽ ജീവിച്ചൊരു ഉമ്മ. ആ ഉമ്മയുടെ പേര് സാറ എന്നാണ്. ആ ഉമ്മക്ക് 6 മക്കളുണ്ട്. 6 മക്കളെയും ഈ ഉമ്മയെയും ആ കാലഘട്ടത്തിലെ രാജാവ് വലിയൊരു പരീക്ഷണത്തിന് വിധേയമാക്കി. പന്നിമാംസം തിന്നുന്നത് തിന്നണം എന്ന് പറഞ്ഞു. തിന്നിട്ടില്ലെങ്കിൽ കൊല്ലും. മൂത്ത മകനെ കൊണ്ടുവന്നു. പന്നിമാംസം ഇങ്ങനെ റെഡിയാക്കി വെച്ചു. തിന്നാൻ പറഞ്ഞു രാജാവ്. തിന്നാൻ പറ്റൂല, അല്ലാഹ് ഹറാമാക്കിയതാണ്, എനിക്ക് തിന്നാൻ പറ്റൂല. ഉമ്മാന്റെ കൺമുന്നിൽ വെച്ച് തന്നെ മൂത്ത കുട്ടിയുടെ പെരടി വെട്ടി. സഹോദരങ്ങളെ, സഹോദരിമാരെ, രണ്ടാമത്തെ കുട്ടിയെയും കൊണ്ടുവന്നു. ആ കുട്ടിയോടും രാജാവ് പറയുന്നു പന്നിമാംസം ഭക്ഷിക്കാൻ. അപ്പോഴും കുട്ടിയുടെ വാക്കെന്താണെന്നറിയോ? രണ്ടാമത്തെ മകനും പറയുന്നു അല്ലാഹ് ഹറാമാക്കിയത് ഞാൻ ഭക്ഷിക്കൂല. നിനക്ക് ജീവിതം വേണോ? നീ ഭക്ഷിച്ചോ. നിങ്ങളെ ഈ ഹറാമ് ഭക്ഷിച്ചിട്ട് എനിക്ക് ജീവിതം ആവശ്യമില്ല. ഉമ്മാന്റെ മുന്നിൽ വെച്ച് രണ്ടാമത്തെ ആളെയും വെട്ടിക്കളഞ്ഞു. 5 ആളെ കഴിഞ്ഞു. 6ാമത്തെ ആള് ചെറിയ ആളാണ്. 2 വയസ്സ് കഴിഞ്ഞിട്ട് സംസാരം തുടങ്ങിയിട്ടേ ഉള്ളൂ. 2 വയസ്സ് തികഞ്ഞ ആ കുട്ടിയെ കൊണ്ടുവന്ന് രാജാവ് ഉമ്മാന്റെ മുന്നിൽ നിർത്തിയപ്പോൾ വാത്സല്യനിധികളായ മാതാക്കൾക്ക്, സഹോദരങ്ങളെ, 5 മെമ്പർമാരെ കണ്ട് സഹിച്ചു. എന്റെ 5 മക്കളും ഈമാനിലായി വിടവാങ്ങി. രാജാവിന്റെ മുന്നിൽ നോക്കി ഉമ്മ പറയുകയാണ്. സാറ എന്ന ഉമ്മയോട് രാജാവ് പറയുന്നു, നിങ്ങളുടെ ഗതിയും ഇത് തന്നെയാണ് ഉമ്മ വരാനുള്ളത്. എനിക്കത് പ്രശ്നമേ അല്ല. ഈ ചെറിയ കുട്ടിയോട് നിങ്ങൾ പറഞ്ഞാ കേൾക്കും ഉമ്മ. ഈ കുട്ടിയോട് പറയൂ, ഒരു കഷ്ണമെങ്കിലും തിന്നാൻ വേണ്ടി പറയൂ. സഹോദരങ്ങളെ, നിർബന്ധിതമായ ഘട്ടമാണ്. നമ്മുടെ ദീനിന്റെ മസ്അല അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ജീവിതത്തിന്റെ പേടിയുണ്ട്. ഒരു കഷ്ണം തിന്ന് എന്ന് കരുതിയിട്ട് തകരാറില്ല. പക്ഷേ അവരുടെ മനസ്സിലുള്ള ആശയം എന്താണെന്നറിയോ? അല്ലാഹ് ഹറാമാക്കിയതല്ലേ, അത് തിന്നിട്ടൊരു ജീവിതം വേണ്ട.